ഇന്നസെന്റ് അവസാന ദിവസങ്ങളിലൊക്കെ തന്നെയും ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിച്ച പല കാര്യങ്ങളും ഡോക്ടർ ഗംഗാധരൻ ഉൾപ്പെടെയുള്ള ഇന്നസെന്റിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ വിവരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ആദ്യം തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷയിൽ പിറന്നാൾ ആഘോഷവും ഒക്കെ തന്നെയും നടത്തിയതാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തിന് നേരെ ICUയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷ കുടുംബാംഗങ്ങൾക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് അവസാനം വലിയ നിരാശയിലേക്കാണ് മാറിയത്. അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ സത്യൻ അന്തിക്കാടിന്റെ മകൻ വിവരിക്കുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സത്യൻ അന്തിക്കാടിനെ കണ്ടു നിൽക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ഇന്നസെന്റ് എന്നും മെഷീനിലൂടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ശ്വാസവും കണ്ടു നിൽക്കാനാകാതെയാണ് വേദനാപൂർവ്വം അച്ഛൻ വന്നതെന്ന് സത്യൻ അന്തിക്കാടിന്റെ മകൻ വ്യക്തമാക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് അനൂപ് സത്യന്റെ ആ കുറിപ്പ്. ഇന്നസെന്റിനെ കുറിച്ച് പറയുന്ന അനൂപ് സത്യന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേൾപ്പിക്കാതിരിക്കാനാകുന്നില്ല. എണ്ണം പറഞ്ഞ ഹിറ്റ് സിനിമകളിലൂടെ ഉരുത്തിരിഞ്ഞ സത്യൻ അന്തിക്കാട് ഇന്നസെന്റ് കൂട്ടുകെട്ട് ഇനി ഉണ്ടാവില്ല എന്നത് വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. അത് മലയാളികൾക്ക് വിശ്വസിക്കാൻ വളരെയധികം പാടാണ്. അത് സത്യൻ അന്തിക്കാട് എന്ന സംവിധായകന് വിശ്വസിക്കാൻ ഇതുവരെ ആയിട്ടില്ല എന്നതാണ് ഇപ്പോൾ മകൻ പറയുന്നത്. ഭാര്യ ആലീസിനെ ആശ്വസിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ സത്യൻ അന്തിക്കാട് വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച മലയാളികൾക്ക് കണ്ടു നിൽക്കാനായില്ല. ഇപ്പോഴിതാ ഇന്നസെന്റിന്റെ അവസാനത്തെ ആശുപത്രിവാസം ഓർത്തെടുത്ത് സത്യൻ അന്തിക്കാടിന്റെ മകനും സംവിധായകനുമായ അനൂപ് സത്യൻ പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇടം പിടിക്കുന്നത്. ഭാഗ്യദേവത, മനസ്സിനക്കരെ, അച്ചുവിന്റെ അമ്മ, രസതന്ത്രം, വിനോദയാത്ര എന്നിങ്ങനെ നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതമായി മാറിയ കൂട്ടുകെട്ട് തന്നെയാണ് സത്യൻ അന്തിക്കാടും ഇന്നസെന്റുമായുള്ളത്. ഇന്നസെന്റ് അങ്കിളിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതിന്റെ തലേ ദിവസം, അതായത് ഏകദേശം ഒരാഴ്ച മുൻപാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ അനൂപ് സത്യൻ കുറിപ്പിൽ എഴുതുന്നു. ഞങ്ങളെല്ലാവരും ടെൻഷനിലായിരുന്നു. പക്ഷേ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ മരണത്തിന്റെ വാതിലോളം ചെന്ന അങ്കിൾ U-ടേൺ എടുത്ത് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി എന്ന മട്ടിൽ. ട്യൂബുകളും മെഷീനുകളും ഘടിപ്പിച്ചു കിടക്കുന്ന ഇന്നസെന്റ് അങ്കിളിനെ കണ്ടു നിൽക്കാനാകുന്നില്ല എന്ന അച്ഛൻ തകർന്നുപോയി എന്നും ഇപ്പോൾ അനൂപ് സത്യൻ കുറിപ്പിൽ പറയുന്നു. പക്ഷെ ആലിസ് ആന്റിയെയും സോനുവിനെയും ഉഷാറാക്കാൻ അച്ഛൻ പരമാവധി ശ്രമിച്ചു. അങ്കിളിനെ കുറിച്ച് ഒരു തമാശ പറഞ്ഞ് അവരെ ചിരിപ്പിക്കുക വരെ ചെയ്തുവെന്നും അപ്പോഴാണ് അങ്കിളിന്റെ പേരക്കുട്ടികളായ ഇന്നുവും അന്നയും അവരുടെ അപ്പാപ്പനെ കാണാൻ വന്നതെന്നും പറയുന്നു. അച്ഛൻ അവരെ ചിരിപ്പിക്കാനും നോക്കി, തമാശ പറയാനും നോക്കി. ജൂനിയർ ഇന്നസെന്റ് ഇത് കേട്ട് ചിരിക്കുകയും ചെയ്തു. പക്ഷേ കണ്ണടയുടെ ഇടയിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഡിപ്ലോമസി എല്ലാം വിട്ട് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ആരും അവരുടെ കുടുംബത്തോടോ പ്രിയപ്പെട്ടവരോടോ ചെയ്യരുത്. അവരെ ഇത്രമാത്രം അടുപ്പിച്ച് അവരെയെല്ലാം സ്നേഹിച്ച് ഒരിക്കലും മരിക്കരുതെന്ന് അവരെ വിശ്വസിപ്പിക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അതാണ് ഈ കുട്ടികളുടെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണീരിന്റെ അർത്ഥം പോലും. ഇതാണ് അച്ഛൻ ഇപ്പോൾ മകനോട് പറഞ്ഞതും അനൂപ് ഇപ്പോൾ വ്യക്തമാക്കുന്നതും. സത്യൻ അന്തിക്കാടിന്റെ മകൻ വ്യക്തമാക്കുന്നതും സത്യൻ അന്തിക്കാടും ഇന്നസെന്റും തമ്മിലുള്ള ബന്ധം തന്നെയാണ്.